ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജോർജ് മാത്യു, മുംബൈ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവാഞ്ചൽ മിനിസ്ട്രീസിലേക്ക് ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും സ്വാഗതം. ഗെത്സമന തോട്ടത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ കർത്താവ് ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നസ്രയനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരുടെ കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസ്രയനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഇവിടുന്ന് പഠിക്കുവാൻ അനേക വിഷയങ്ങളുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഓടിച്ചൊരു മറുപടി പറയുവാൻ ഞാൻ ആദ്യം മുതിരുകയാണ്. ഒന്നാമതായി പിടിക്കുവാൻ വന്നവരുടെ കൂട്ടം. നമ്മൾ മത്തായി 26:47 ശ്രദ്ധിക്കാമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് എന്നാണ്, ഒരു വലിയ കൂട്ടം. അപ്പോൾ ഒരു വലിയ പുരുഷാരം എന്ന് പറഞ്ഞാൽ എന്തുമാത്രമാണ്? മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 4000-യും 5000-യും ഒക്കെ പോഷിപ്പിക്കുന്ന സമയത്ത് നാം വായിക്കുന്നത് മൾട്ടിറ്റ്യൂഡാണ്. എന്നാൽ ഒരു ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് വന്നു എന്നാണ് മത്തായി 26:47 പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നാം വിചാരിക്കുന്ന പോലെ 50-100 അല്ല വന്നത്. തീർച്ചയായിട്ടും 1000-മോ അതിൽ മുകളിലോ ഉള്ള ആൾക്കാർ വരുവാനുള്ള എല്ലാ സാധ്യതകളും ആ വാക്കുകളിൽ ധ്വനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ടായിരിക്കും യൂദ ഇത്രയും പേരെയും കൂട്ടിക്കൊണ്ട് വരാൻ ഇടയായത് എന്നുള്ളതും ന്യായമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷെങ്കിൽ നാം ചിന്തിക്കുന്ന പോലെ 10-50 പേരെ ആയിരിക്കാം ആദ്യം കൊടുത്തത്. എന്നാൽ യൂദ പറഞ്ഞു കാണും, ആരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ വ്യക്തി താൻ മശിഹായാണെന്ന് പറയുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും കാലില്ലാത്തവന് കാലും കൈയില്ലാത്തവന് കൈയും അല്ലെങ്കിൽ കണ്ണില്ലാത്തവന് കണ്ണും കൊടുക്കുവാൻ പ്രാപ്തിയുള്ളവനാണ്. ഈ വ്യക്തിയെ കാണുമ്പോൾ പിശാചുക്കൾ പോലും അലറി നിലവിളിച്ച് ഓടിപ്പോവുകയാണ്. താൻ ശാസിക്കുമ്പോൾ കടലും കാറ്റും കൂടെ അടങ്ങുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാൻ 50 പേരെ പോരാ എന്ന് ന്യായമായും യൂദ പറയുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു വലിയ കൂട്ടവുമായി താൻ വരികയാണ്. അതോറിറ്റി ഉണ്ട്, അധികാരമുണ്ട്, മെജോറിറ്റി ഉണ്ട്, അതെ, ഭൂരിപക്ഷം ഉണ്ട്. കൂടാതെ അവരുടെ കയ്യിൽ തീവട്ടി പന്തങ്ങളും കുന്തവും വാളും വടിയും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് അവർ കർത്താവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ വലിയ കൂട്ടം, ഒരു മോബ് അല്ലെങ്കിൽ ഒരു കൂട്ടം വന്നു കഴിയുമ്പോൾ അതിനെ നിയന്ത്രിക്കുക ഏകദേശം അസാധ്യമായിരിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് ഈ കൂട്ടം വന്നിരിക്കുന്നത്. അവരെ നിയന്ത്രിക്കുവാൻ വേണ്ടി കർത്താവ് ചില സ്റ്റെപ്പുകൾ എടുക്കുന്നു. അത് ഞാൻ പിന്നീട് വിശദീകരിച്ചു കൊള്ളാം. അപ്പോൾ ഒന്നാമതായിട്ട് ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് എന്ന ഇംഗ്ലീഷ് പദം ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ ചോദിച്ച ചോദ്യം, യൂദാസിൽ അല്ലാതെ പിശാച് കയറിയതായി നാം വേറെ എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? അങ്ങനെ എങ്ങും തന്നെ വായിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അങ്ങനെ ഒരു വ്യക്തിയെ ഇതുവരെയും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ നാം കാണുന്നില്ല. എന്നാൽ ഭാവിയിൽ ഒരുവനിൽ കയറും എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അന്തിക്രിസ്തുവിൻ്റെ അനുഭവം അങ്ങനെയുള്ളൊരു അനുഭവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിശാചിൻ്റെ എല്ലാ അധികാരങ്ങളും പ്രാപിക്കുന്ന, പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, പിശാചിനെ സേവിക്കുന്ന, പിശാചിൻ്റെ ത്രിമൂർത്ത ഭാവങ്ങളിൽ ഒന്നായി തീരുന്ന വ്യക്തിയാണല്ലോ അന്തിക്രിസ്തു അല്ലെ എതിർ ക്രിസ്തു എന്ന് നാം പറയുന്ന വ്യക്തി. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, പിശാച്
എതിർ ക്രിസ്തുവിൽ പ്രവേശിക്കും എന്നുള്ളതാണ്. അപ്പോൾ മുഴുവൻ ബൈബിളിൽ എതിർ ക്രിസ്തുവിലല്ലാതെ പിന്നെ കയറിയത് യൂദാസിൻ്റെ ഉള്ളിലാണ്. അത് എന്തുകൊണ്ടാണ് എന്നും ഈ സമയത്ത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതിന് ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇവിടെ യൂദാസ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിന് എതിരായി തന്നെ വരികയാണ്. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ആ മാനദണ്ഡങ്ങൾ മുഴുവനും പാലിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പിശാചിന് പ്രവേശിപ്പാൻ താല്പര്യമുണ്ട്. രണ്ടാമതായി, യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി അശുദ്ധാത്മാക്കൾ ആരും തന്നെ യൂദാസിന് കൂട്ടു നിൽക്കില്ല. കാരണം നിലവിളിക്കുന്ന അനുഭവങ്ങളാണ് അവർക്ക് എപ്പോഴും യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിലുള്ളത്. അപ്പോൾ പിശാച് തീർച്ചയായിട്ടും മറ്റ് ആത്മാക്കളെക്കാൾ ബലമുള്ളവനാകൊണ്ട് താന് അവർക്ക് കഴിയാത്ത ഒന്നിനെ ചെയ്യുവാൻ വന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. മൂന്നാമതായി, സാധാരണ ദൂതന്മാരെക്കാട്ടിലൊക്കെ വളരെ ഉയർന്ന ഒരു ദൂതനായിട്ടാണ് നാം ഈ വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ തൻ്റെ പദവിക്കും നിലവാരത്തിനും കഴിവിനും അനുസരിച്ച് ഒരു സാധാരണ മനുഷ്യനിൽ പ്രവേശിച്ച് അവനെ മാത്രം നശിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ചോളം വളരെ ചെറിയ നിസ്സാരമായ ഒരു കാര്യമായിരിക്കാം. അത് അശുദ്ധാത്മാക്കൾക്ക് തൻ്റെ കീഴിലുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ ദൗത്യം നാം ഉദ്ദേശിക്കുന്നതിനും വളരെ ഗൗരവമുള്ള ഒരു ദൗത്യമാകിയാൽ താൻ തന്നെ സ്വയമായി ഒരു പക്ഷെങ്കിൽ യൂദാസിൻ്റെ അടുക്കൽ വന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, പിശാച് നാം വിചാരിക്കുന്നത് പോലെ നിസ്സാരമായി ആരിലും പ്രവേശിക്കുന്നില്ല. പിശാച് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അശുദ്ധാത്മാക്കളാണ് എപ്പോഴും മനുഷ്യനിൽ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് ചെയ്ത ഈ അത്ഭുതത്തിൻ്റെ പുറകിലുള്ള പ്രാധാന്യമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഒരു വ്യക്തിക്ക് ദോഷം വരുന്ന വിധത്തിലുള്ള ഈ അത്ഭുതം പ്രവർത്തിച്ചത്? അതിൻ്റെ ഉത്തരം നമുക്ക് 8-ാം വാക്യത്തിൽ കിട്ടും. 18-ന്റെ 8-ാം വാക്യം. 18-ന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറയുന്ന കർത്താവിൻ്റെ നിബന്ധന സ്വീകരിക്കുന്ന ഒരു കൂട്ടമായി ഈ കൂട്ടത്തിനെ തീർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ആ അത്ഭുതം പ്രവർത്തിച്ചത്. ഇത്ര വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവർ നിയന്ത്രണ വിധേയമായി. എത്രയോ വലിയൊരു ശക്തിയായിരിക്കും അവരെ താഴെ വീഴിപ്പിച്ചത്. ഇവർ ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുന്ന പട്ടാളക്കാർ സഹിതമുള്ളവരാണ് എന്ന് ഓർക്കണം. അവർ വീഴുമ്പോൾ വലിയ ശക്തമായ ഒരു പ്രഹരം തന്നെ, 1-2 പേരല്ല, ആയിരങ്ങൾ വീഴുന്നതിനുണ്ടാകേണ്ടിയ പ്രഹരം എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ എഴുന്നേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് പറയുന്ന ഏത് നിബന്ധനയ്ക്കും അവർ ഒരുക്കമുള്ളവരായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. കാരണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാമെങ്കിലും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ നാം വിസ്മരിച്ചുകൂടാ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.